ഇത് കണ്ടുകൊണ്ടാണ് അന്ന് പറഞ്ഞതുപോലെ LDF സർക്കാർ അക്കാലത്ത് ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി ഒരു ധാരണാപത്രം ഒപ്പിട്ടത്. പക്ഷേ ആ ധാരണാപത്രം അനുസരിച്ചുള്ള ഒരു നടപടിയും മുന്നോട്ട് പോയില്ല. ഒരു മാസത്തിനകം തന്നെ ആ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. അവയെല്ലാം പരിശോധിച്ചുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കാം എന്നാണ് LDF സർക്കാർ തീരുമാനിച്ചത്. അതിനായി നവംബർ 12 2025 നവംബർ 12 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. കത്ത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇല്ലാതിരുന്നെങ്കിൽ അത് ലഭ്യമാകുന്നതിനും പ്രയാസം ഉണ്ടാവില്ല. ഇവിടെ പ്രസക്തമായ ചോദ്യം, ഒരു തവണ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകുമോ എന്നുള്ളതാണ്. ഇവിടെ കാണേണ്ട കാര്യം, ധാരണാപത്രം ഒപ്പിട്ടു എന്നതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. അതോടൊപ്പം പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുമില്ല. ഓരോ ബ്ലോക്കിലും 2 വീതം സ്കൂളുകളാണ് ഈ PM ശ്രീ സ്കൂളായി ഉയർത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു ലിസ്റ്റും കേരളത്തിൽ തയ്യാറാക്കിയിട്ടില്ല, അത് കേന്ദ്രത്തിന് നൽകിയിട്ടുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ അത്തരം സ്കൂളുകളുടെ ലിസ്റ്റ് സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ നിബന്ധനകളുമാണ് ഈ ധാരണാപത്രത്തിലുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നടപ്പാക്കാതിരിക്കുന്നത്. അത് മരവിപ്പിക്കുന്നുവെന്ന് LDF സർക്കാർ പറയുകയും ചെയ്തല്ലോ. അപ്പോൾ നടപ്പായില്ല എന്ന വസ്തുത നിലനിൽക്കില്ലേ? നിങ്ങൾ മരവിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒഴിവാകുന്നില്ല, ഇതിൻ്റെ ഭാഗമായി PM ശ്രീ നടപ്പാവുകയാണ് എന്ന നിലപാട് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ LDF സർക്കാർ ധാരണാപത്രം മരവിപ്പിക്കുക, കീപ്പിംഗ് ഇൻ അബിയൻസ്, ഇതാണ് ഉപയോഗിച്ച വാക്ക്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ അവിടെ കിടക്കുകയാണ്. PM ശ്രീ നടപ്പാക്കുന്ന നിലയല്ല ഉള്ളത്. അപ്പോൾ ഒപ്പിട്ടത് കൊണ്ട് മാത്രം ഈ പദ്ധതി മുന്നോട്ട് പോകില്ല. ഇവിടെ
പുതിയ സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു നയമാറ്റത്തിന് UDF-നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നതാണ് നാടിനു മുന്നിൽ അവർ വ്യക്തമാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? പദ്ധതിയെ അതിനിശിതമായി എതിർത്ത UDF ഇപ്പോൾ ആ പദ്ധതി അംഗീകരിച്ച് നടപ്പാക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ധാരണാപത്രം റദ്ദ് ചെയ്യാൻ അവകാശമുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രം ഭേദഗതി ചെയ്യാനും കഴിയും. സംസ്ഥാന സർക്കാരിനാവട്ടെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏതുതരം പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഉഭയകക്ഷി ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവയെല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ അവകാശമുള്ളതാണ്. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്താൽ മാത്രമേ പദ്ധതി നടപ്പിലാകൂ എന്നതാണ് അവസ്ഥ. ഈ നടപടി ഇപ്പോൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളാണ് UDF വ്യക്തമാക്കേണ്ടത്.